ഹലോ ഗായ്സ് ഇതെൻ്റെ വെഡ്ഡിങ് ഡേയുടെ വ്ളോഗാണ് കേട്ടോ. ഞാൻ പാർലറൊക്കെ വന്ന് റെഡിയായ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ. അപ്പോൾ ബിജോ ചേട്ടനും അനേറയൊക്കെ കൂടിയിട്ട് എന്നെ കൊണ്ടുവരാൻ വന്നു കേട്ടോ പാർലറിൽ നിന്ന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇനി വീട്ടിലേക്ക് പോവാണ്. ഇനി അവിടെ തൊട്ടുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷിഫ്റ്റിംഗ് ഒന്നല്ല ഇത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എന്റെ കല്യാണമാണ് ഗായ്സ്. ഇടയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ എന്റെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ, ഫാമിലി ആയിട്ടും കസിൻസ് ഒക്കെ ആയിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇത് എനിക്ക് എടുത്തു തരുന്ന അന്നമോളാണ്. അപ്പോൾ അന്നമോളെ കൊണ്ട് പറ്റാവുന്ന തരത്തിൽ അവൾ വീഡിയോസൊക്കെ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. പൊട്ടിച്ചിട്ടോ പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും സ്തുതി കൊടുക്കുന്ന സമയത്ത് മമ്മിയും പപ്പയും ചേച്ചിയൊക്കെ ഇച്ചിരി വിഷമത്തിലായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് മമ്മി എൻ്റെ കൈയൊക്കെ പിടിച്ച് ഒരുപാട് കരഞ്ഞു. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമമായി കേട്ടോ. സത്യത്തിൽ കല്യാണം എന്ന് പറയുമ്പോൾ സന്തോഷവും അതുപോലെ തന്നെ ദുഃഖമൊക്കെ ഉള്ള ഒരു ദിവസം തന്നെയാണ്. ഭയങ്കര ഒരു പെയിൻഫുൾ മൊമെൻ്റ് ആണ് എല്ലാ ഗേൾസിനും എനിക്ക് തോന്നുന്നു. എന്നാലും നമ്മൾ ഇതൊക്കെ തരണം ചെയ്ത് നമുക്ക് എന്തായാലും ലൈഫ് മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിനി എന്തായാലും ഇറങ്ങാണ്. അപ്പം നമ്മൾ കാറിലിരിക്കുമ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ കാറിൽ ഞാനും പപ്പയും മമ്മിയും ചേട്ടനും ചേച്ചിയും പിന്നെ എൻ്റെ ഫ്രണ്ട് ആൻലിനും ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയൊക്കെ കൂടിയിട്ട് ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോണത്. നമ്മൾ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇനി നമുക്ക് പുത്തമ്പീടികയ്ക്ക് എത്തണം. അവിടെയാണ് ചെക്കൻ്റെ വീട്. അപ്പം അവിടുത്തെ പള്ളിയിലാണ് നമ്മുടെ കെട്ട് നടക്കുന്നത്. അപ്പം കെട്ട് 12 മണിക്കാണ് കേട്ടോ. അപ്പം നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു 11 മണി സമയത്തൊക്കെ നമ്മൾ ഇറങ്ങിയായിരുന്നു. ഗൈസ്, ഇന്ന് കല്യാണം. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവായ ദൈവമേ, വിശ്വാസ സ്നേഹത്തിനും വധുവരന്മാരും ബന്ധിപ്പിക്കുന്ന ഈ താലി ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിനും പൂർണ്ണമായ വിശ്വാസത്തിനും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ ഉചിതമായിരിക്കും കുരിശ് ഇവർക്ക് ശക്തി നൽകുകയും ചെയ്യട്ടെ. ഇതിവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കും.
നമ്മുടെ പള്ളിയിലെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു കേട്ടോ. താലിയെട്ടും റിംഗ് എക്സ്ചേഞ്ചും എല്ലാം കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും ഒത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കാണ്. ആ സമയത്തൊക്കെ എൻ്റെ മമ്മി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ എൻ്റെ കൈ പിടിച്ചിട്ട്. അങ്ങനെ നമ്മൾ സ്റ്റേജിലെത്തി. സ്റ്റേജിൽ നമ്മളുടെ കേക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ മാലയിടുന്ന ചടങ്ങൊക്കെയാണ് കേട്ടോ. ക്യാൻഡിലൊക്കെ കത്തിക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ ചെയ്യാണ്. അപ്പോൾ രണ്ടുപേർക്കും ബൊക്കെ എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി രണ്ട് അമ്മമാരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ചന്ദനം ചാർത്തൽ ചടങ്ങാണ്. രണ്ടുപേർക്കും ചന്ദനം എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി ബിനോയ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മൾ പനിനീര് തെളിക്കൽ ചടങ്ങിലേക്ക് കിടക്കാണ്. പനിനീര് തെളിക്കുന്നതിന് വേണ്ടി ജീസോ ചേട്ടനെ സ്വാഗതം ചെയ്തു. ഫോട്ടോ സെക്ഷൻ ആണ്. അതിനുശേഷം അത് വന്നിട്ടുള്ള എല്ലാവരും തന്നെ ഒരു വീട്ടിലേക്ക് വന്ന് അവർ വിഷ് ചെയ്ത് ഒപ്പം തന്നെ ഒരുക്കിയിരിക്കുന്ന സ്നേഹത്തിൽ കൂടി പങ്കെടുത്തതിന് ശേഷം മാത്രമേ തിരിച്ചു പോകാമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം പ്രാർത്ഥന കൊണ്ടും ആശംസകൾ കൊണ്ടും എല്ലാം ഇന്നത്തെ മംഗളകരമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ ഒരു ഫാമിലിയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. മതിയായി.
സ്റ്റേജിൽ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പോയിട്ട് മന്ത്രകോടി മാറിയിട്ട് വന്നു കേട്ടോ. കാരണം അപ്പോഴേക്കും നല്ല സമയമായിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റേജിലേക്ക് പള്ളിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ 2:30 സമയത്തൊക്കെ ആയി. അത് കഴിഞ്ഞ ശേഷം സ്റ്റേജിൽ ഒരുവിധം പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ മന്ത്രകോടി മാറാൻ പോയത്. അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ നോക്കിയിരുന്ന് ഭയങ്കരമായിട്ട് മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ട് വേഗം മന്ത്രകോടി മാറിയിട്ട് വന്നു കേട്ടോ. ഞാൻ ചെയ്തില്ല. വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് തന്നെ ഞാൻ ഹൈലൈറ്റ്സിൽ നിന്നൊക്കെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് വീഡിയോസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത്തരം വീഡിയോസ് തന്നെ എനിക്ക് എടുത്ത് തന്നത് അന്നമോളൊക്കെയാണ് കേട്ടോ. അങ്ങനെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നേക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഔട്ട്ഡോർ എടുത്ത് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സോ ഭയങ്കര ഇമോഷണൽ മൊമെൻ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വരാമെന്നൊക്കെ പറയണത്. അപ്പോൾ അന്നത്തെ ദിവസം കുറച്ച് ഇമോഷണലി ഡൗൺ ആയിരുന്നെങ്കിലും നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അന്നത്തെ ദിവസം കടന്നു പോയത്. സോ അത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ടാറ്റാ ബൈ ബൈ.